വിഷു ഈദ് അവധിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് വൻ തിരിച്ചടി. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഈ സമയത്ത് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ഉയർന്ന തുകയാണ് ഇനി ചെലവിടേണ്ടി വരിക. ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫ് മേഖലയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ യുഎഇയിലെ യാത്രാമേഖല വീണ്ടും സജീവമാകുന്നു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഏറെ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ച ഈ മേഖല വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സജീവമാവുകയാണ്. വെടിനിർത്തൽ തുടരുകയാണെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് എയർലൈനുകൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിലും പ്രവാസികൾക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വരുന്നുണ്ട്. അവധിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഈ സമയത്ത് ഉയർന്ന നിരക്കിലാണ് വിമാന ടിക്കറ്റുകൾ പ്രവാസികൾക്കിപ്പോൾ ബുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഉയർന്ന നിരക്ക് യാത്രക്കാരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. നിലവിൽ ചില എയർലൈനുകൾ മെയ് 15 വരെയുള്ള സർവീസുകളടക്കം റദ്ദാക്കിയത് യാത്രക്കാരെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം മൂലം വിമാന ഇന്ധനമായിട്ടുള്ള ATF വില കൂടിയതാണ് ഈ നിരക്കുയരാനുള്ള കാരണം. രാജ്യത്തെ നഗരങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്കൂൾ അവധിക്കാലത്ത് കുടുംബസമേതം നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികളാണ് ഇപ്പോൾ കുടുങ്ങിയത്. വിമാന ഇന്ധനത്തിന് 1 കിലോ ലിറ്ററിന് ഏകദേശം 2 ലക്ഷത്തോളം വില വർദ്ധിച്ചു. യുദ്ധമേഖലകളിലൂടെയോ അതിൻ്റെ സമീപത്ത് കൂടിയോ പറക്കുന്ന വിമാനങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ വാർ റിസ്ക് പ്രീമിയം എന്ന നിലയിൽ വൻ തുകയും ഈടാക്കുന്നുണ്ട്. ഇതോടെ എയർ ടിക്കറ്റ് നിരക്ക് 3 ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. എയർ ഇന്ത്യ, ജസീറ എയർവേസ് തുടങ്ങിയ വിമാന എയർലൈനുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ലഗേജ്, വിസ ക്യാൻസലേഷൻ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്കുകൾ കുറയുമെന്നും ട്രാവൽ ഏജൻസി ഉടമകൾ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധ സാഹചര്യം മാറിയതോടെ വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ധനവിലയിൽ വന്ന മാറ്റവും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുറയുന്നതും ടിക്കറ്റ് നിരക്ക് സാധാരണ നിലയിലേക്ക് എത്തിക്കാനായി സഹായിക്കും. വരും ആഴ്ചകളിൽ തന്നെ ഇതിൻ്റെ മാറ്റങ്ങൾ ടിക്കറ്റ് നിരക്കിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിമാന കമ്പനികൾ അവരുടെ മുഴുവൻ സർവീസുകളും പുനഃസ്ഥാപിച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ലഭ്യതയും വർദ്ധിക്കും. ഈ വർഷത്തെ ഈദ് മെയ് 26, 27 തീയതികളിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ യുഎഇയിൽ നീണ്ട അവധി ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൂടാതെ ഈ ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ സ്കൂൾ അവധി കൂടി ആയതുകൊണ്ട് നാട്ടിലേക്ക് പോകാനായി കാത്തിരിക്കുന്ന പലരും ഇപ്പോൾ ബുക്കിംഗ് ചെയ്യുന്ന തിരക്കിൽ കൂടിയാണ്. നാട്ടിലേക്കും മറ്റും പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾ വിമാന ടിക്കറ്റ് നിരക്കുകൾ ശ്രദ്ധിച്ച് യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ പോക്കറ്റ് കാലിയാവാതെ നാട്ടിലെത്താം. നാട്ടിൽ പോകാനും വിദേശയാത്രകൾ നടത്താനും പ്ലാൻ ചെയ്തിരുന്ന പ്രവാസികൾക്ക് ഇനി വരാനിരിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.